കാവലായി ഗുരുവരുളിയതീ ഗുരുമാർഗം. സദ്ഗുരുവശരണം ഇത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ എക്സിക്യൂട്ടീവാണ് ഞാൻ. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബ്രഹ്മശ്രീ കർണാടക ഗുരുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രിയപ്പെട്ട ശിഷ്യനെ പരിചയപ്പെടാവുന്നതാണ്. അതിനു മുമ്പായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ രാധിക ബാബുരാജ്. 1985 എന്റെ വിവാഹം കഴിഞ്ഞു. 86 UK സെറ്റിലായി. 87 കാലയളവിലാണ് എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ശാന്തിഗിരി ആശ്രമത്തിൽ വരുന്നതും ഗുരുവിന്റെ വിശ്വാസികളായി മാറിയത്. അന്നു മുതലുള്ള എല്ലാ എഴുത്തുകളിലും ഫോൺ കോളുകളിലും ഗുരുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുവഴി ഞാനും ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഭക്തയായും ശിഷ്യയായും പരമ്പരയിൽപ്പെട്ടു ഞാൻ നല്ലതായി വരുന്നു. ഞാൻ UK ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഓഫീസ് ആൻഡ് ഫൈനാൻസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അച്ഛൻ ശ്രീ N ഉദയഭാനു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം കാലയളവിൽ ശാന്തിഗിരിയിൽ വന്ന് ഗുരുവിനോടൊപ്പം താമസിക്കുകയും അവിടുത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു വോളണ്ടിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും എന്റെ അച്ഛന് അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാലയളവിൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അച്ഛൻ. പിന്നീട് എന്റെ ഹസ്ബൻഡ് ബാലരാജ്, അദ്ദേഹം കൊച്ചുനാളിൽ തന്നെ വർക്കലയിൽ ഉള്ള കൊച്ചുസ്വാമിയെ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ വഴി. അതുകൊണ്ട് എന്തായാലും ഗുരുവിന്റെ ഒരു ഇതിൽ ആണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം പോത്തങ്കോട് ശാന്തിഗിരി സ്ഥാപകനായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ പ്രിയ ശിഷ്യൻ ശ്രീ വിനായകൻ സാർ. വിനായകൻ സാർ എന്ന് പറയുന്നത് ശാന്തിഗിരി ആശ്രമത്തിന്റെ ഗുരുവിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശിഷ്യരിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. കാരണം ശാന്തിഗിരി ആശ്രമത്തിൽ ചെല്ലുന്ന ഓരോ ആത്മബന്ധുക്കളോടും ശാന്തിഗിരി ആശ്രമത്തെ പറ്റിയും ഗുരു പറഞ്ഞു കൊടുക്കുന്ന സംഭാഷണങ്ങളെ പറ്റിയും എല്ലാം വിശദീകരിച്ച് ഓരോരുത്തർക്കും ബോധവൽക്കരിച്ച് എല്ലാവരെയും ബോധവൽക്കരാക്കി നല്ല രീതിയിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു എല്ലാമാണ് വിനായകൻ സാർ എന്ന സാറിനെ നമ്മളെല്ലാവരും കാണുന്നത്. മാത്രമല്ല വിനായകൻ സാർ ഗുരുവിന്റെ ഒരു ഫോട്ടോ എടുത്തു നോക്കിയാൽ ഏതൊരു ഫോട്ടോ ആയാലും, നിങ്ങളിപ്പോൾ ഒരുപാട് ഫോട്ടോകൾ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഫോട്ടോകൾ കാണുന്നുണ്ടാവും. ആ ഫോട്ടോകളിലെല്ലാം തന്നെ ഗുരുവിന്റെ കൈ പിടിച്ചും ഗുരുവിനെ പിടിച്ചു നടത്തിയും ഗുരുവിന്റെ ഒപ്പം നടന്നും ഗുരുവിനെ വീശിക്കൊടുത്തും ഗുരുവിന്റെ ഓരോ ചലനങ്ങളിലും കൂടെ ഉണ്ടായിരുന്നതാണ് ശ്രീ വിനായകൻ സാർ. എല്ലാ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവരും സാർ വിനായകൻ സാറാണ്. കാരണം ഗുരു സാറിനെ വിളിച്ചിരുന്നത് വിനായകൻ സാർ എന്നാണ്. നമുക്ക് ഗുരുവിന്റെ കടാക്ഷത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവിന്റെ പ്രിയ ശിഷ്യനായ വിനായകൻ സാറിനെ എല്ലാവർക്കും മുമ്പിലായിട്ട് പരിചയപ്പെടുത്തുന്നു. ബ്രഹ്മശ്രീ കരുണാകര ഗുരു ഒരു സന്യാസിയാണെന്നും അദ്ദേഹം ഗുരുവായി പരബ്രഹ്മത്തിന്റെ എല്ലാ അവസ്ഥകളും എത്തിച്ചേരുകയും ഒരു സന്യാസി ആവുക എന്നത് ഏത് രീതിയിലാണ് ഓരോരുത്തരെയും ശാന്തിഗിരിയിലെ സന്യാസിമാർക്ക് തെരഞ്ഞെടുത്തിരുന്നത്? ഇന്ന കുട്ടി സന്യാസിയാകാൻ പറ്റിയതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് സന്യാസി വസ്ത്രം കൊടുക്കാൻ പറ്റിയ ആളുകളാണ് എന്നത് ബ്രഹ്മശ്രീ കരുണാകര ഗുരു എങ്ങനെയാണ് ചെയ്തിരുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? ശരി. മലയാളികൾക്കും സന്യസിക്കണമെന്ന് ആഗ്രഹം കാണും, പലർക്കും വലിയ കോടീശ്വരനാണെന്ന് ആഗ്രഹം കാണും, ചിലപ്പോൾ മന്ത്രിയാവണം, പല പല ആഗ്രഹം പറയാം. പക്ഷെ
കഴിഞ്ഞ ജന്മത്തെ അവർ ചെയ്ത കർമ്മ കർമ്മശേഷിയുടെ ബന്ധമായിരുന്നു ജീവന്റെ വാസന എന്ന് പറയുന്നു. പക്ഷെ സന്യാസത്തെ സംബന്ധിച്ച് ആ ജീവൻ അതിനുള്ള ആഗ്രഹവും അതിനുള്ള കർമ്മശേഷി അതിനുള്ള അനുവാദം കൊണ്ടുവരുന്ന ഒരാളിങ്ങനെ ആഗ്രഹം അറിയിച്ചാൽ അവരുടെ പൂർവ്വജന്മ കർമ്മ വാസനകളും അവരുടെ കർമ്മശേഷി ഇതെല്ലാം ദർശനത്തിൽ കണ്ടിട്ട് അവരെ കൊണ്ട് ഈ കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ശേഷം മാത്രമേ ഇവർക്ക് ബ്രഹ്മചര്യത്തിനോ സന്യാസത്തിനോ തുടർന്നുള്ള ദർശന കാര്യം കിട്ടാനോ അവസ്ഥയിലോ ആളുകൾക്ക് അനുഭവം ഇതാണ് എന്റെ ബ്രഹ്മശ്രീ കരുണാകരനിലോ ജന്മമെടുത്ത് ഈ മക്കൾക്കായാലും പരമ്പരയ്ക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ ഒരു പരമ്പര അംഗമായതുകൊണ്ട് അല്ലെങ്കിൽ ഗുരുവിനെ കൂടെ കുറെ കാലമായിട്ട് ഗുരുവിന്റെ കാര്യങ്ങൾക്ക് അത് ഇതൊക്കെ ചെയ്യുന്ന കുറച്ചൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും ഗുരുവിന്റെ ജന്മോദ്ദേശം എന്തായിരുന്നു? വളരെ വലുതാണ്. അതായത് സത്യത്തിനാണ് നിന്നോട് അദ്ദേഹത്തിന് അന്ന് മുതൽ അന്തം വരെയുള്ള എല്ലാത്തിനും ആളുകൾ കാണുന്നത്. അപ്പോൾ യുഗത്തിന് അധികാരിയായ ഒരു ആചാര്യൻ ദർശനാനുഭവമുള്ള ആളുകൾക്ക് അന്ന് മുതൽ അന്തം വരെ എല്ലാത്തിനും കാണാൻ സാധിക്കണം എന്നാണ് എനിക്ക് അങ്ങനെ കണ്ടു. ഇത് അദ്ദേഹം അറിയുന്നു, അദ്ദേഹം കാണുന്നു. അപ്പൊ അദ്ദേഹം പറയാണ് ഇതെല്ലാം എന്നെ കാണുന്നു, ഞാൻ തന്നെയാണ് അദ്ദേഹം കൂട്ടുന്നു. അങ്ങനെയാണ് അപ്പം ബ്രഹ്മാസ്മി വാക്ക് പറയുന്നത്. ഞാനാണ് ബ്രഹ്മം പറഞ്ഞു. പക്ഷേ അതെങ്ങനെ പറയുമായിരുന്നു? ഞാനും ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ഞാനാണ് സർവസ്വം, ഞാനാണ് ബ്രഹ്മം വന്നപ്പോ അതിനകത്ത് അഹന്തമാവും, അഹങ്കാരം കഴിയും. നിന്നെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നീ അകന്നു പോകട്ടെ എന്ന് ശാപം പറയും. അങ്ങനെ ഈ മനുപരമ്പരയിൽ അനുഷ്ഠിച്ചു വന്നതായ എല്ലാ ആചാരവിശേഷങ്ങളും അകന്നു പോകുന്നു, ജീവിതം മാറിപ്പോകുന്നു. അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നു ഭഗവാൻശേഷിയുടെ സമാധി ശേഷം ഈ വന്ന 5000-5300 വർഷം കഴിഞ്ഞത്തിന് നമ്മൾ വിധേയായി അതിന് കുറെ കാലം ഈ ബ്രഹ്മ കൽപ്പനയോ അല്ലെങ്കിൽ ഈശ്വര നിശ്ചയം എന്തെന്ന് അറിയാതെ അറിയുന്നുള്ള വ്യതിചലിച്ചിട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ ജനസമൂഹത്തിനെ വന്നു. അത് കഴിഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മത്തിൽ വന്ന് നിശ്ചയിക്കുമ്പോ ദേവീ ദേവന്മാരോട് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അവര് ഒരു വിധത്തിൽ ആ ബ്രഹ്മം ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ല. അപ്പോ ബ്രഹ്മത്തിൽ നിന്ന് വാക്കുണ്ടാകുമ്പോൾ ഞാൻ ഇത് മനുഷ്യരിലൂടെ നേരെയാകും ശരിയാക്കി എടുക്കുന്നു. അപ്പൊ അവർ പറയാണ് ഞങ്ങൾക്കുപരി അവരെ ഞങ്ങൾ വളരാൻ അനുവദിക്കത്തില്ല. അതിന് ഉദാഹരണമാണ് ദേവേന്ദ്ര ഉള്ളതിൽ ശ്രമിച്ച വിശ്വാമിത്രനെ മേനകയിലൂടെ വഴിതെറ്റിക്കുന്നു. ഇതുപോലെ ഈ അവസ്ഥ പൂർത്തീകരിക്കാൻ വന്ന ഒരുപാട് അവരുടെ പല സന്ദർഭങ്ങളിലും ഇല്ലാതാക്കുകയും വഴിതെറ്റിക്കുകയും നശിപ്പിക്കുകയും ചരിത്രമാണ്. അങ്ങനെ വന്നപ്പോൾ ബ്രഹ്മത്തെ എന്ത് ചെയ്തു? പറഞ്ഞത് ഞാൻ ഇത് മനുഷ്യരിലൂടെ എന്നോട് അനുസരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരിലൂടെ ഞാൻ ഈ അവസ്ഥ കടത്തിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ദേവന്മാർ എന്താണെന്ന് മറുപടി ഞങ്ങൾ സമ്മതിക്കത്തില്ല, അങ്ങനെ പെടത്തില്ല. അതുകൊണ്ട് കാരണമായിട്ട് പല ജന്മങ്ങളിൽ ഗുരുവിനെ അറിയിക്കാതെ, ഗുരുവിനെ തന്നെ അറിയിക്കാതെ മറ്റുള്ളവരെ അറിയിക്കാതെ കൊണ്ടാണ് ഈ ജീവനെ ഇങ്ങനെ പൂർത്തീകരിച്ചു. അങ്ങനെ വന്നതിന്റെ ഫലമായിട്ട് ഈ ജന്മം ഗുരു വരുമ്പോൾ ഗുരുവിന് വിദ്യാഭ്യാസത്തിന്റെ അവസരം കിട്ടാതെ അതിനോട് യാതൊരുമായ ജീവിത സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ കിട്ടാതെ വളരെ വിഷമിച്ച് വേദനിച്ചാണ് ഈ അവസ്ഥയിലേക്ക് വരുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. ചെറുപ്പം 19 വയസ്സുവരെ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു രൂപം കാണും, ഈ രൂപം എന്തോ അറിയാൻ പറ്റില്ല. ഈ രൂപം സംബന്ധിച്ചാൽ രൂപം സംസാരിക്കാൻ പറ്റും. അത് എഴുത്ത് പഠിക്കാൻ പോയ ആശാൻ കണ്ടെത്തി എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ കുട്ടിയെ എന്തുകൊണ്ട് മുകളിൽ നന്ദിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടി കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് ആശാനെ എന്നെ ഒരു ആശ്രമത്തിൽ കൊണ്ടുപോകുന്ന ആശ്രമത്തിൽ അച്ഛൻ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു. പിന്നെ അമ്മയ്ക്ക് 2ാം വിവാഹം വരുന്നു. അതിനും വിഷമമായിരുന്നു. അമ്മ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞ അവസരമുണ്ട്. ഇതും കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് 2ാം അച്ഛന്റെ ജീവിതക്രമങ്ങളും ഇതെല്ലാം സഹിക്കുകയാണ്. മാറി നിൽക്കണമെന്നൊരു ആഗ്രഹം വരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം പിന്നെ ആലോ അദ്വൈതാശ്രമത്തിൽ അവിടെ നിന്ന് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ശിവഗിരി പൂജ പോകുന്നുണ്ട്. വരുന്നു. ഇനി ഇതിലൂടെ ഈ അനേക ജന്മസംപ്രാപ്ത കർമ്മധർമ്മ വിധാനം എന്നാണ്. അനേക ജന്മങ്ങളായിട്ട് കർമ്മത്തിന് അതിനനുസരിച്ച് കർമ്മ പ്രവർത്തിയാണ്. കർമ്മം കൂട്ടി കർമ്മയാണ്. അപ്പൊ കർമ്മയ്ക്ക് അനുസരണമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ഓരോ അവസ്ഥ കടന്നു വരുന്നതാണ് ആചാര്യന്മാര്. 1-10 ജന്മങ്ങൾ സർക്കാരാണ്. ഭഗവാൻ ശിക്ഷന്റെ കാര്യം, ഭഗവാൻ ബുദ്ധന്റെ കാര്യം ഇപ്പൊ പറയുന്നതാണ് അനേക ജന്മസംപ്രാപ്ത കർമ്മധർമ്മ വിധാനത്തിനെ അങ്ങനെ വന്നവരാണ്. ഉദാഹരണത്തിന് 10 വർഷം കൊണ്ട് 10 പാസ്സാവും, 12 വർഷം കൊണ്ട് പാസ്സാവും.
അപ്പൊ ഓരോ ജന്മങ്ങളിലും അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ അനുസരിച്ച് അതേ രീതിയിൽ ആദിച്ച പുണ്യം കർമ്മം അറിവും ഇതനുസരിച്ച് കയറി വരുന്നവരാണ് ഞങ്ങൾ ആചാര്യന്മാരായിട്ട് വരുന്നത്. അങ്ങനെ പുണ്യം അനേക ജന്മങ്ങളായിട്ട് നമുക്ക് പക്വപ്പെടുത്തി കൊണ്ടുവന്നാണ് ഈ ജന്മം സംഭവിക്കുന്നത്. അതിൽ കൂടെ ഇത് അനുഭവിച്ച ത്യാഗം, വിഷമം, പ്രയാസം വരുന്നത് യാതൊരു കണക്കുമില്ല. വീട്ടിനടുത്ത് എന്നൊരു പിന്നെ ദന്ത ഡോക്ടറെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു. അപ്പൊ കുഞ്ഞിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മ സ്ത്രീ അവിടുന്ന് ഒരു മാല മോഷിച്ചു എന്നുള്ള ഒരു ആരോപണം പേര് ഒരു രാത്രി ഉറങ്ങാതെ രാത്രി എണീറ്റിരുന്നിട്ട് ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞ സന്ദർഭം. അങ്ങനെ പിന്നെ അവിടുത്തെ മാറ്റം. പക്ഷെ അവർക്ക് മനസ്സിലായി വെറുതെ പറഞ്ഞാണെന്ന് പറയും. അവര് പിന്നെ വന്ന് മാരയും തുടങ്ങി. പിന്നെ അവരുടെ മക്കളൊക്കെ ഉരുണ്ടെടുത്താൽ പിന്നെ വന്ന് ചെയ്തു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു മനുഷ്യനും യാതൊരു വിധത്തിലും സഹിക്കാനോ താങ്ങാനോ കഴിയാത്ത രീതിയിലുള്ള വേദനയും വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് ബ്രഹ്മനിയോഗം അനുസരിച്ച് ബ്രഹ്മത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പൂർത്തീകരിക്കേണ്ട ഒരു കർമ്മം ഏറ്റെടുക്കത്തില്ലായിരുന്നു. അത്രമാത്രം വേദനകളായിരുന്നു. ചില സമയത്തൊക്കെ ഒരു നിസ്സാര കയ്യിൽ അവിടെ ജോലിക്കാരൻ തോന്നുമ്പോൾ കാശ് പൈസ കിട്ടുന്നേ കയ്യിൽ ഇങ്ങനെ തീരുമാനം തോന്നും. വിഷമം വരുമ്പോൾ ഇങ്ങനെ സാറിന് തീരുമാനം. അപ്പൊ എനിക്ക് വിഷമം, നീ എന്താണ് വിഷമിക്കുന്നത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു കാശ് കിട്ടിയില്ല, അവർ വേലക്കാർ കൊടുക്കണം. ആ വിഷമം കൊടുത്ത കയ്യിൽ ആ നിസ്സാര നീ നോക്കി പൈസ കൊടുക്കുന്നു. കുറെ കഴിഞ്ഞ് ഒരു 25,000 രൂപ കൊടുക്കുന്നു. മനസ്സിലാക്കണം. അപ്പൊ ഗുരുവിന്റെ ഓരോ ഇച്ഛയ്ക്കനുസരിച്ച് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അതാത് സമയങ്ങളിൽ ബ്രഹ്മത്തിന്റെയും ആ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇങ്ങനെ വരുന്നേ ഇല്ലേ? അതെ. അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പൊ സത്യത്രന്റെ കാലം മുതൽ വന്നിട്ട് ശ്രീരാമേന്ദ്രനെ അമ്പലത്തിൽപ്പെടുത്തി അദ്ദേഹം ജലസമാധി പ്രാപിച്ചൊന്ന് കഥതിരുത്തി ഭഗവാൻ വിഷം കൊടുത്ത് പിന്നെ പേടിക്കാത്ത മന്ദിരാംശം കൊണ്ട് ഞാൻ അശ്വമെന്ന് പാലിക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ കാലഘട്ടത്തിന് യോഗ്യരല്ല ഈ മനുഷ്യരൊന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു കൂടി അത് എടുക്കാൻ അർജുനല്ലാതെ വേറെ ആർക്കും പറഞ്ഞു കഴിവില്ല. ഇവരെല്ലാവരും കൊന്നുമാറ്റി. എന്നിട്ട് ഈ മഹാത്മാവിനെ താൻ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിലെ ഈ പൂർണ്ണമിതം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത എന്നാണ്. അതായത് എന്തുമാത്രം നന്മയുണ്ടോ അത്രയും തിന്മയുണ്ട്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള അനുസരിച്ച് നെഗറ്റീവ് ചെയ്യും. ഇതേ രീതിയിൽ ശക്തമായിട്ടുള്ള പൈശാചിക യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ നിർദ്ദേശിക്കണം. അപ്പൊ ഈ സത്യം മനസ്സിലാക്കി അവസാനം ഇദ്ദേഹം പറയുന്നില്ലേ, പീലാത്തോസ് ഈ മഹാന്റെ രംഗത്തിലേക്ക് കൈയില്ലാതെ കൈ കഴുകണം. ഇതുപോലെ മഹാന്മാരെല്ലാം ഒന്നുമായി നശിപ്പിച്ചുകൊണ്ട് വരും. ഇതിന് ഉദാഹരണം ശാന്തി പട്ടാളൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ നേപ്പാളി ഗന്ധർവൻ ആശ്രമിക്കൊണ്ടിരുന്നു. സോമന്റെ ഭാര്യയുടെ അമ്മാവ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇദ്ദേഹം ഒന്നൊന്നും ഗുരുവിനെ സ്വാമിന്നൊന്നും വിളിക്കില്ല. എടാ പോടാന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഇന്ന ജന്മങ്ങളിൽ ഇന്ന സ്ഥലത്ത് സ്കൂളിൽ നോക്കി വേണം പറയാൻ. ഇവരോട് നേരിട്ട് പറയാം. ബാക്കിയെല്ലാവരും കേൾക്കുക. അത് കുറെ കഴിഞ്ഞപ്പോൾ സ്വാമിന്ന്, പിന്നെ ഗുരുവന്മാർ, പിന്നെ ദൈവമേ ദൈവത്തിന് ഈ ആളുകൾ. അപ്പൊ ഈ ഗുരുവിന്റെ അവസ്ഥ പൂർത്തീകരിക്കുന്ന അനുസരിച്ച് ഈ ഗന്ധർവന്റെ ആത്മാവിനെ ഈ ഗുരുവിന്റെ അവസ്ഥ കാണാൻ സാധിക്കും. അപ്പോഴാണ് ഗുരു മാറുക. അപ്പൊ എന്താ ഒരു വാക്ക് കിട്ടിയത്? ശ്രീരാമേന്ദ്രന്റെ ഇന്ന് ത്രേതായുഗത്തിൽ രക്ഷപ്പെട്ടു വന്ന ഗന്ധർവനാണ്. മണിമുദ്രൻ, ബ്രഹ്മാവിൽ നിന്ന് മണിമുദ്രൻ ഗ്രഹിച്ച വാർത്തയാണ്. ഇയാളായിട്ട് ആരെങ്കിലും ഉച്ചപിടിക്കാൻ ആരെങ്കിലും തൊഴിൽ അയാളുടെ പകുതി ശക്തി ചെയ്യാം. അത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇയാൾ ഈ കുടുംബം സങ്കല്പം ചെയ്ത് കെടുത്തിയിടും, തളർത്തിയിടും. അപ്പൊ ഇങ്ങനെ കണ്ണി ഇന്നിക്കൊണ്ട് കിടക്കും. ആരെങ്കിലും ഇനി തൊഴിൽ പിടിക്കുക അതിന്റെ കറണ്ട് അടിച്ചുള്ള അവരെ ഇങ്ങനെ എനിക്ക് ബാബുസ്വാമി ഇങ്ങനെ അടിക്കും സാധിക്കത്തോടും. അപ്പൊ എന്താ കിട്ടിയ വാക്കെന്ന് പറഞ്ഞാൽ ഗുരു ദേഷ്യം വന്നാലേ ഇവരെ രക്ഷപ്പെടാൻ പറ്റുന്നു. ശരീരം പോകും അറിയുന്നില്ല. ഗുരു ദേഷ്യത്തില്ല. അപ്പൊ പ്രശ്നം ഉണ്ടാകാം. ഈ പ്രസന്നം ബാബുസാഹിബ് കൂടെ ഇയാളെ ഇങ്ങനെ സങ്കല്പം ചെയ്ത സമയത്ത് ഇയാളെ അവനെ എങ്ങനെയെന്ന് നാട്ടിൽ പറഞ്ഞു. ഇയാളെ പഠിക്കുകയാണ്. അതെ ബാബുസ്വാമി പ്രസന്നയാണോ സംശയമുണ്ട്. എന്തായാലും ഇങ്ങനെ ഇവർക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞ എല്ലാവരും കുടുംബത്തിന് പറഞ്ഞു. ഗുരു പാഠശാലയിൽ എന്റെ മണി കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഒറ്റ വാക്ക്. അപ്പോഴേ ഈ തുള്ളിക്കൊണ്ടുന്ന ഗന്ധർവനെ വാഴ ഒട്ടിയിട്ടുള്ള താഴെ വീഴുകയും അവിടുന്ന് പെട്ടെന്ന്. അപ്പൊ കലിയുഗത്തിൽ ഒരു മനുഷ്യന്റെ വാക്ക് കൊണ്ട് നിനക്ക് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ വാക്ക് അവിടെ സംഭവിച്ചു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഗുരു ഓരോ അവസ്ഥകളും ഉപയോഗിച്ചു. നമുക്കൊരു മന്ത്രം കിട്ടി. ഓം ശ്രീ കരുണാകരൻ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകരൻ സത്യപ്രദായ നമഃ.
തന്നിരിക്കണം. അപ്പോ ഈ ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഓരോ ചെയ്യുമ്പോഴെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പറയും, അത് ചെയ്യുമ്പോൾ അത് വരുന്നു. ഇങ്ങനെ വന്നു അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അപ്പൊ ഈ മന്ത്രം കിട്ടിയപ്പോഴ് ഇത് കിട്ടിയ കുട്ടികൾ ഗുരുവോട് പറയുന്നു. ഗുരു പറയും, നിങ്ങൾ ജപിക്കരുത്, എന്റെ പേര് അതിനകത്തുണ്ട്, അതുകൊണ്ട് അത് ജപിക്കരുത്. പക്ഷെ വേറെ കാര്യങ്ങൾ, കരുണാകരനാൻ ശ്രീനാരായണൻ അരുണിയിലും നിജ സായുജ്യത്തെ, ആരാണ് കരുണാകരൻ? അത് ഈ പിന്നെ ഭഗവാന്റെ പേരാണ് അല്ലേ? അപ്പൊ ഗുരുവിന്റെ പേരുള്ളതുകൊണ്ട് ജപിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇവർ പക്ഷേ രഹസ്യമാണ് ജപിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അറിയി കിട്ടുന്നത്, ഇനി എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ആ മന്ത്രം ജപിച്ചോട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഓരോരുത്തർക്കും പല പല കാര്യങ്ങളും എങ്ങനെയാണ് ഈ മന്ത്രം കിട്ടിയത്. അതുപോലെ വന്നിട്ട് ഇങ്ങനെയുള്ള അവിടെ വന്ന പല സന്ദർഭങ്ങളിലൂടെ നമുക്ക് ഗുരു ഓരോ അവസ്ഥകൾ കടന്നു വന്നിട്ട് മനസ്സിലാക്കുന്നത്. ആദ്യ ശാന്തിരിയാശ്രമത്തിന്റെ ഗുഹാനന്ദാശ്രമമാര് കേട്ടിരുന്നു. അവിടെ സുബ്രഹ്മണ്യന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. സായി ബാബ സുബ്രഹ്മണ്യൻ എന്നോട് ഫോട്ടോ ഉണ്ട്. അവസാനം ഇത് എടുത്ത് മാറ്റുന്ന തന്നെ ഗുരുവിന്റെ ഒരു അവസ്ഥാപൂർത്തിക്കുന്ന സമയത്താണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള ഈ സൗരയൂഥങ്ങളെ അണ്ടകടാകത്തെ മൊത്തം ഈ താമര ഇതെല്ലാം ഇത് ഒഴുകി പോകുന്നതായിട്ട് കാണിക്കണം. അത്രയും ആചാര്യന്മാർ ഈ വഴിക്ക് വന്നവരെ ഇല്ലാതാക്കി നമ്മൾ കാണിച്ചു. അപ്പൊ ഒരു അവസ്ഥ പുറത്തിരിച്ചതിന് ശേഷമാണ് ഈ താമരയിൽ ഈ അഖണ്ഡ മണ്ഡലാകാരത്തിന്റെ കർമ്മശേഷി ആവാഹിച്ച് പ്രതിഷ്ഠ ദൈവത്തിൽ കൊണ്ടുവരുന്നത്. ആ പ്രതിഷ്ഠ തന്നെയാണ്. പക്ഷെ അന്നത്തെ കാര്യം ഞാൻ കൂടെ നിൽക്കുകയാണ്. പാഠശാലയ്ക്കകത്ത് ബുദ്ധിമുട്ട് പോകുന്നുണ്ട്. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, കുടിക്കാൻ വെള്ളം ചോദിക്കുന്നുണ്ട്. വലിയ പ്രാർത്ഥനയും കാര്യമൊക്കെ നടക്കുക. അങ്ങനെയാണ് വെളുപ്പാങ്കാലം 3 മണി 4 മണിയുടെ സമയത്ത് പ്രശ്നമാണ്. എന്നിട്ട് അതിന്റെ പൂർത്തീകരണം പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് പ്രതിഷ്ഠ പൂർത്തീകരണം നടത്തിയത്. അപ്പൊ ഇത് ഗുരുവിന്റെ അവസ്ഥയ്ക്ക് വരുന്ന പൂർത്തീകരണത്തിന് അനുസരിച്ചാണ് ഈ പൂർത്തീകരണവും വന്നത്. ഗുരുവിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മുടെ ചുരുങ്ങിയ ആരോഗ്യം ഇത്രയൊക്കെ പറയാൻ സാധിക്കും. ജന്മോദ്ദേശം സത്യകാമന് വന്ന തെറ്റ്, ഈ ശാപത്തിന് വഴിപ്പെട്ട ജനങ്ങളെ ഇനിയും മുക്തരാക്കി ഒരു നല്ല പുതിയ പരമ്പര രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു വന്നത്. അതാണ് നമ്മളിപ്പോ മാടൻ മർമ്മ യക്ഷി ഗന്ധർവൻ ഭൂതപുര വിശാചുക്കള മനുഷ്യൻ ദേവൻ ദേവേന്ദ്രൻ സന്യാസി ഋഷി മഹർഷി ബ്രഹ്മവിത്ത് ബ്രഹ്മവിര്യൻ ബ്രഹ്മവേഷ്ടൻ ബ്രഹ്മപരീക്ഷ കാര്യം ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുന്നു. ഇതിലെ മാടൻ ശ്രീനാരായണ സ്വാമി പറയുന്നത് മാടനും പറഞ്ഞ അവർത്ത് ദൈവം മനസ്സിലാക്കണം. ഇതിൽ നിന്നാണ് ഏകദൈവേശ്വരയിലെ പിന്നെ യേശു മോസസ് വരുന്നു, യേശു ക്രിസ്തു വരുന്നു, അഭിനയ വരുന്നു. ഇതിലൊന്നും കാര്യങ്ങൾ പൂർത്തിയാവാത്തടത്തോളമാണ് ഗുരുവിന്റെ അവസ്ഥ വന്നപ്പോൾ ബ്രഹ്മത്തിൽ അനുഭവം പിന്നെ വാക്ക് വന്നത്. അനേക നാളുകളായി ഞാൻ ആഗ്രഹിച്ചത് പൂർത്തിയായി ഇങ്ങനെ കൃത്യ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇതേ രീതിയിൽ ആരാധന കൊണ്ട് വഴിതെറ്റിപ്പോയ ജനങ്ങളെ, അങ്ങനെ വഴിതെറ്റി നിൽക്കുന്ന ആത്മാക്കളെ അതിന് ജന്മത്തിലും മുക്തിക്കും അർഹതയുള്ളവർക്ക് അത് കൊടുത്തിട്ട് അല്ലാത്തവരെ നശിപ്പിച്ചിട്ട് ഈ രാശി ശുദ്ധമാക്കി തന്നിരിക്കാൻ നമുക്ക് ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? വേറെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടില്ല. പറഞ്ഞില്ല, ഓപ്പോ പറയുമായിരിക്കും ചെയ്യുന്നതിനെ പറഞ്ഞില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ നിൽക്കുന്ന സ്നേഹം എന്താണ്, ഞാൻ അനുഭവിച്ച ത്യാഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ വരുന്നതോട് പറഞ്ഞു. അവരത് ഉൾക്കൊണ്ടവർ പ്രാർത്ഥിക്കട്ടെ. അവർക്ക് വേണ്ടത് ദൈവം പോകുന്നു. ദൈവം നിൽക്കിട്ട് ഇതാണ് കൊണ്ടുപോകും. ഇത് നമ്മൾ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള നമ്മുടെ കടപ്പാട്, സ്നേഹവും നന്ദി എല്ലാം ഇതാണ് ചെയ്യുന്നത്. അതായത് ഇതിന് പരിവർത്തന മതം പറയും. പേരതാണ് പരിവർത്തനം. നമ്മൾ ആരാധിച്ചു വന്ന ദോഷങ്ങളെ, കർമ്മ ഇത്യാദികളെ ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടി ഒരു പുതിയ തലമുറ വരണം. അതെങ്ങനെ വരും? ഈ മാർഗം സ്വീകരിച്ചു പോകുന്ന ഒരു സ്ത്രീ, പോകുന്ന ഒരു പുരുഷൻ, അവർക്കുണ്ടാകുന്ന മക്കള്, അവർ ഇതേ രീതിയിൽ പോകും. അവർക്കുണ്ടാകുന്ന മക്കള്, അവർ ഇതേ രീതിയിൽ പോയി അവർക്കുണ്ടാകുന്ന 3ാം തലമുറയിലുള്ള ബന്ധപ്പെട്ടിരുന്ന കുട്ടികളോട് ഒരിക്കലും ഇതോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് കർമാശൊക്കെ ഇതോട് ചെയ്യുന്ന വരുന്നവരുടെ ത്യാഗിക്ക് എല്ലാം പരിഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തോ ചെയ്യണമെന്ന് എഴുതിക്കൊള്ളുന്ന ആഗ്രഹമുണ്ട്. ഇതിനാണെന്ന് 360 വർഷം കഴിഞ്ഞ് വരുന്ന ജനിക്കുന്ന ആളുകളെ നിങ്ങളൊക്കെ എന്റെ കൂടെ വന്നവരെ എന്ത് മനസ്സിൽ വിചാരിക്കുന്നവരെ കാണാൻ സാധിക്കുന്നവരാണ്. നിങ്ങൾ ചെയ്ത സകല കർമ്മം കാണാൻ സാധിക്കും. അപ്പൊ അവര് നിങ്ങൾ എഴുതി വെക്കുന്ന ആരെ ബുദ്ധിപ്പെടുത്തുന്നതാണ്. പിന്നെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യമായാലും യേശുക്രിസ്തുവിന്റെ കാര്യമായാലും മഹാന്മാരെ അവതാര പുരുഷന്മാർക്ക് ശേഷം കുറച്ചു നാൾ ഒരു സ്ലാങ്ങിങ് സംഭവിച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് രാജാക്കന്മാർ എങ്ങിയതിനു ശേഷമാണ് യേശുവിനെ ലോകം ചെയ്യുന്നത്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണദേവന്റെ സമാധിക്ക് ശേഷം ഇവരെല്ലാം അടിച്ചുട്ടിക്കാൻ പോയി സന്യാസിമാര്. ആരും കൂട്ടില്ല, ഒരു സംഘടനയില്ല. സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ ഗുരുവിനെ കുറിച്ച് നിത്യം പറഞ്ഞിരുന്നതാണ്. ആഹാരം കിട്ടാതെ വിശന്ന് വലഞ്ഞ്
കൽക്കട്ടയിലെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാരമായി ചെന്ന് പറഞ്ഞു. അപ്പൊ ഒരമ്മ ഒന്ന് തട്ടി വിളിച്ചു, സ്വാമി എണ്ണിക്കാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അത് എന്നോട് ഇന്നലെ ഗുരു വന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ വരുന്ന ആരെന്ന് പറഞ്ഞു. ആരെല്ലാം പേപ്പർ ന്യൂസ് പേപ്പർ വേണ്ട രാമചന്ദ്രന്റെ പടം വെച്ച് കാണിച്ചു കൊടുത്തു. അയ്യോ എന്റെ ഗുരു എന്ന് പറഞ്ഞ കാര്യം അതെ സ്വാമി വിവേകാനന്ദൻ. അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ ഈ വിശ്വാസികളെ ശിഷ്യന്മാരെല്ലാം കൂട്ടി പലരുടെ സഹായങ്ങൾ വെച്ച് ആ രീതിയിൽ കെട്ടിക്കൊണ്ടു പോകുന്നതാണ് രാമകൃഷ്ണ മിഷൻ. ഇതുപോലെ വലിയ മരത്തിന് വലിയ തമ്മിൽ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ അവതാര പുരുഷന്മാരുടെ ഗുരുക്കന്മാരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതായ ഒരു ഗ്യാപ്പ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പക്ഷെ സഹിക്കാൻ കിട്ടുന്നില്ല. നമ്മുടെ നാമധേയം, നമ്മുടെ കർമ്മം, ആശയം, ത്യാഗം ഇത് നിലനിർത്താനും ഒരു ക്ഷമിച്ച സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും സാധിക്കാത്ത പ്രശ്നം ഇതിനേക്കാളാണ്. പക്ഷെ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം, ഇതിനെ കണ്ടവരാകട്ടെ, കാണാത്തവരാകട്ടെ, കേട്ടവരാകട്ടെ, അറിഞ്ഞവരാകട്ടെ ഒക്കെ വരട്ടെ, ആര് വന്നാലും നമുക്കവിടെ ജാതിയില്ല, മതത്തെ അവരോട് ഞാൻ ഗുരുവിന്റെ സ്നേഹം, ഗുരു അനുഭവിച്ച ജ്ഞാനം ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ നിവൃത്തിക്ക് അനുസരിച്ച് വരുന്നവരുടെ ശ്രദ്ധടക്കാൻ, രക്ഷപ്പെടുത്താൻ ആഹാരം കാര്യങ്ങൾ കൊടുക്കാൻ ഈ രീതി പൊക്കോണ്ടിരിക്കുമ്പോ 1 2 ആവും, 2 4 ആവും, 4 8 ആവും, 14 ആവും, 32 ഇങ്ങനെ ആളുകൾ സംഘടിച്ചു വരും. അങ്ങനെ വരുന്നതിലൂടെ രണ്ട് തലമുറകളും അതുകൊണ്ട് സംശുദ്ധമായ അടുത്ത തലമുറ വരും. അങ്ങനെ ഗുരു പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും. ഇത്രയും സമയം വേണം. പക്ഷെ നമുക്ക് അത്ര നാളെ ഉറങ്ങാനുള്ള പാടില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു. നെഞ്ചത്ത് കൈവച്ച് എന്റെ ഗുരുവിന്റെ രീതിയിലായിരുന്നു ഞങ്ങളെ ചെയ്യിച്ചത്. ഞാൻ അനുഭവമായി ഇതായിരുന്നു. ഇത് നമുക്ക് മറ്റുള്ളവർ പറയാൻ സാധിച്ചാൽ ഇതിനപ്പുറം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സേവയും ഒരു വരുന്നത്. ഇത് എന്റെ ഈ അനുഭവം വെച്ച് അറിവിച്ച് എനിക്ക് ഇത്രയും പറയാൻ അറിയാമോ? പറഞ്ഞൊരു പരിവർത്തന മതം, ഇതാണ് ഞാൻ കേൾക്കുന്ന വിമോചന മതം. ഇത് രണ്ടും തമ്മിലുള്ള തന്നെയാണ് പരിവർത്തനം. അതെ ശരിയായി. അതെ. 2444 ആചാര്യന്മാർ വന്നിരിക്കും. അതിനുശേഷമാണ് ബ്രഹ്മശ്രീ കരുണാകരൻ എന്ന് പറഞ്ഞത്. അതിനെ പറ്റി വിശദീകരിക്കാമോ? അതായത് ബ്രഹ്മനിശ്ചയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് 2444 ആചാര്യന്മാരെ എത്തിക്കണം. ബ്രഹ്മനിശ്ചയം വന്നതാണ്. പക്ഷെ അവർക്ക് കൂടി ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ആരെ അറിയിക്കാതെ അപ്പൊ ഞങ്ങളെ അങ്ങോട്ട് വിടത്തില്ല, ദേവീദേവന്മാരവസ്ഥയ്ക്ക് മേലോട്ട് വിടത്തില്ല, മനുഷ്യാത്മാക്കളെ വിടത്തില്ല എന്ന് നമുക്ക് പറയുന്നു. അത് ഞാൻ ഒരു മനുഷ്യനോട് സാധിക്കും പറയുന്നതാണ് ഇങ്ങനെ കൊണ്ടുവരും. ഈ 2444 ആചാര്യന്മാരെയും പല വഴിപ്പിച്ച് നശിക്കുകയാണ്, ഒടുക്കാതെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ആരെ അറിയിക്കാതെ ഗുരുവിനെ ഈ അവസ്ഥയിൽ കൊണ്ടുവരണം. പക്ഷെ അതിന് 2 പേര്, അരവിന്ദ ഘോഷ് അദ്ദേഹം പറയുന്നു അഭിമാന സതേജസ് ഗുരു മനസ്സ് അഭിമാന സതേജസിനെ കൊണ്ടുവന്നു എന്ന് പറയുന്നു. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ആനയിക്കണം. അതുപോലെ ഗതയ്യ ഈ ആചാര്യന്മാരെ ഈ ആത്മാവ് വരുന്നതായിട്ട് കണ്ട ഏതാനും ചില ആത്മാക്കൾ അങ്ങനെ വന്നാൽ ജന്മം സംഭവിക്കും. ജനിച്ചിട്ടുകൂടെ ശിവഗിരിയിലെ പൂജ കഴിഞ്ഞ് ശാന്തിഗിരി വന്നു, അവിടുന്ന് ബോധം കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്രതിഷ്ഠാപൂർത്തി ചെയ്യണമെന്ന അവസ്ഥ വരെ മനസ്സറിയണം. ഞാൻ തന്നെ ശാന്തിഗിരി ആശ്രമത്തിൽ വന്നത് അവിടെ താമസിക്കുന്ന സ്ത്രീയുടെ സ്വർണ്ണമെല്ലാം പിടിച്ചുകൊണ്ട് അടിച്ചു കൊണ്ട് കിണറ്റെടുത്തിട്ടുള്ള അവസ്ഥ കാലത്ത് ഈ ന്യൂസ് കേട്ടിട്ടുള്ള ഞാൻ ആശ്രമത്തിൽ വന്നേ. പക്ഷെ അത് പള്ളി കൂടി തെറ്റാതെ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചിട്ട് ഞാൻ ഈ കീറ്റിൽ ചോദിക്കുന്ന സ്വാഗതമാണ്. എന്തെല്ലാം ചോദ്യങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിൽ സ്ട്രെയിൻ കാണിക്കാതെ തന്നെ അതേപോലെ മറുപടി പറഞ്ഞു. ഞാൻ വന്നവണ്ണെ ഞാൻ പർമ്മശാലയുടെ പുറപ്പെടുത്ത് ചാക്ക് നിന്നിട്ട് അവരിക്കുമ്പോൾ ചായ പോലും കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു. എനിക്ക് പല ദിവസവും തോന്നുന്നു ദൈവം ഞാനൊരു മഹാത്മാ ഞങ്ങൾക്ക് ചോദിച്ചെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര വിട്ടിത്തരം കൊണ്ടോട് ചോദിച്ചു. പറയട്ടെ, ഒരുപാട് പേര് വന്ന് അവരുടെ വേദനയും വിഷമവും സങ്കടവും ഒക്കെ പറഞ്ഞ് കരയാറുണ്ടല്ലോ. ഗുരുവിന് എന്ത് തോന്നാറുണ്ട്? ഒന്ന് ചിരിച്ചിട്ട് പറയാം, എന്ത് ചെയ്യാനാണ് ഞാനും മനുഷ്യനല്ലേ. മനസ്സിലാക്കാം. ഇതുപോലെ നമ്മുടെ അറിവുകേടിന്റെ പരമാവധി ചോദ്യങ്ങൾ ഗുരുവിനടുത്ത് ചോദിച്ചു. പക്ഷെ അതിനൊന്നും നിസാരമായ രീതിയിൽ കാണുകയോ ഇതൊരു അപ്രസക്തമായ കാര്യമാണെന്നോ പറഞ്ഞപ്പോൾ തുടങ്ങി. ഒരു കുടുംബ ആശുപത്രി വന്നുകൊണ്ടിരുന്നു. അതിലൊരാളുടെ ഭാര്യ മാനസികയാണ് ആയിരുന്നു. ആ രോഗം കൂടി അതിനെ ഭേദമാക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുവന്നു. രണ്ടാഴ്ച അവിടെ നിന്ന് അവരെ അസുഖത്തിനൂടെ ഭേദം വരാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് ഈ അസുഖമായി ബോധം വരാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു കച്ചവടക്കാരൻ ഇവരുടെ ഭർത്താവ് അവർക്ക് അടുത്ത ഒരു സ്ത്രീയായിട്ട് എന്തോ അടുപ്പമെന്ന് ഇവരെ മനസ്സിൽ കിടക്കുന്നു ഉള്ളിന്റെ മുകളിൽ. അപ്പൊ ഇനി ഇവരെ വിളിച്ചുകൊണ്ടോ ഗുരു പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ വന്നത്. അപ്പൊ ഇവർക്ക് സംശയം കേൾക്കും.
അതിൽ ഒന്നിച്ച അവസ്ഥ ഇനി എന്നെ വിളിച്ചുകൊണ്ട് പോകത്തില്ലാന്ന സംശയം വരുന്നു. പക്ഷെ ഗുരു അപ്പൊ പറയുന്നുണ്ട് കിണറെല്ലാം കൂട്ടിക്കോ, ഇവിടെ സൂക്ഷിച്ചോ പറയുന്നുണ്ട്. എങ്ങനെ വെളുപ്പാകാലത്ത് കുളിക്കാനെങ്ങാണ്ട് കിടക്കുമെന്ന് വെള്ളം കുലിച്ച് എവിടെ ചെയ്യും അനുഭവിക്കുന്നു. അപ്പോഴേ അടിയന്തര ചിലപ്പോൾ ഈ അടുത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രമാണിമാർക്ക് ആശ്രമത്തെ എങ്ങനെ കൂടുതൽ കളയാൻ വിശ്രമിക്കുക. എല്ലാം കൂടെ അനുസരിച്ച് പോലീസുകാരൊക്കെ ഷൂസൊന്നും അയക്കാണ്ട് പഞ്ചായത്ത് അവസാനം മാപ്പ് പറഞ്ഞ് കിട്ടുമ്പോൾ അപ്പൊ ഈ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി അയച്ചതും അവന് അതിന് ഈ സ്ത്രീയുടെ കഴുത്തേ കിടന്നാൽ മാല കുട്ടിക്കുന്നു. സന്ധ്യ സമയത്തായിരുന്നു കീറിയിട്ട് അടുത്തൊരു ചായക്കില് ഓരയുടെ മുന്നോട്ടി മാല ഇട്ടിട്ട് കഴുത്തിലൊന്നും കാണാനില്ല, മാല കാണുന്നു. സന്ധ്യ സമയം മെഡിക്കലൊപ്പം ഒരു അക്ഷരവും ഉണ്ടെന്നല്ല, ആളുകളാണ് അങ്ങനെ ഇളകി നിൽക്കുക. ഇങ്ങനെ താഴെയും വെറുതെ. അപ്പോ പിറ്റേന്ന് രാവിലെ യോഗ പോയി തൂങ്ങി. ഇത് കഴിഞ്ഞു സംഭവം കേൾക്കുമ്പോ യോഗ പോയി തൂങ്ങി ചത്തില്ല. അയച്ചിട്ട് കൊണ്ടുവന്ന് ഗുരുവെ കണ്ടോ പറയാം, ഗുരുവെ ഞാൻ അപരാധം ചെയ്തു. എന്താണ്? ഞാൻ എന്തിനാ മാല കെട്ടി കുട്ടി വരാതെ വെച്ചിട്ടുള്ളത്? മാല ഇല്ലെന്ന് ഞാൻ കവർ പറഞ്ഞു. നന്നായിരുന്നു. ഇവനോട് മാലയെടുത്തു. ഇത് മാല പിടിച്ചു വെച്ച് അടിച്ചു ഒന്ന് പെണ്ണിനെ എടുത്ത് കണ്ടി എടുത്ത സ്ഥാനത്ത് പെണ്ണിന്റെ ഡെഡ്ബോഡിന്ന് എടുത്ത മാല യമ എടുത്ത് വെച്ചിട്ട് കാര്യം മനസ്സിലായി. അങ്ങനെ പിന്നെ അതിനൊക്കെ പോയി ഈ രീതിയിലാണ് ബഹളം ശ്രമിച്ചത്. പോലെ യാതൊരു കാരണവശാലും അവിടെ നിൽക്കാനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പറഞ്ഞു മനസ്സിലേ. നായരല്ല, ഈഴവന്മാരെ മാത്രം ഉണ്ടാക്കിയാണ് ഈഴപ്പെട്ട സ്വാമിയാണെന്ന് പറഞ്ഞു. ഇപ്പോ ഞാൻ ചെമ്പോക്കെ മനസ്സിലാക്കി ഇങ്ങനെയാണെങ്കിൽ ഇന്നൊരു സ്വാമി കാരണം വലിയോർക്ക് പറഞ്ഞാണ് ഞാൻ ശാന്തിയിലേക്ക് കൊടുത്തത്. ഇത് ഗുരു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഒരു അക്ഷരം ഗുരു മാറ്റി പ്രയോഗിച്ചു. ഇതൊരു പല പ്രാവശ്യം പണ്ടുകൂടെ പറഞ്ഞ് ഞാൻ പോകുക. ആദ്യം പറഞ്ഞ അതേ അക്ഷരങ്ങളും അതേ വാക്കുകളും അല്ലാതെ ഒരു മാറ്റം. നമ്മളൊക്കെ ഈ പറഞ്ഞ കുട്ടിക്കാരാണ്. ഒരു കാര്യം വീട്ടിൽ പറഞ്ഞ് പിന്നെ പറയേണ്ടി എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? ഒരു വള്ളി പുള്ളി തെറ്റി പോകും പറഞ്ഞു. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതായത് 2444 ആചാര്യന്മാർ വന്നു പോയതിനു ശേഷം ബ്രഹ്മശ്രീകരണാഥഗുരു അവതരിച്ച് ഗുരുവിന്റെ ഇതിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ഈ 2445 വന്ന ഗുരുവാണ് ബ്രഹ്മശ്രീ കരുണാകരൻ. അതിനുശേഷം ഇനി ഏതെങ്കിലും ഒരു ഗുരു ഉണ്ടോ? നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ചോദ്യം ഈ അവതാരം എന്ന് വെച്ചാൽ ദശാവതാരം മാത്രം. ധാരാളം അവതാരങ്ങൾ ഭൂമി സംഭവിക്കും. നല്ലൊരു ശതമാനം ജ്ഞേയവും അജ്ഞേയവുമാണ്. അറിഞ്ഞും അറിയാതെ ഒരുപാട് പേരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അവതാരം ശ്രീ രാമകൃഷ്ണദേവൻ, ഇതൊക്കെ അവതാരങ്ങളാണ്. എന്താ ഈ അവതാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയണം. അവതാഹം എന്താണ്? മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറം. അപ്പൊ അവതാരവും നക്ഷത്ര മണ്ഡലത്തിനപ്പുറം കഴിഞ്ഞു വന്ന ആത്മാക്കളെല്ലാം അവതാരങ്ങൾ. ചിലർ അവർക്ക് തന്നെ അറിയും. ശ്രീരാമചന്ദ്രൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം അവതാരമാണ്. പക്ഷെ ശ്രീകൃഷ്ണൻ ജനിക്കുന്ന മുമ്പേ അറിഞ്ഞു. അച്ഛനമാരോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇതുപോലെ അനേക അവതാരങ്ങൾ ഇനി വരും. അതാത് കാലഘട്ടത്തിനനുസരിച്ച് ഈ മാനവരാശിയെ നേർവഴി നയിക്കാൻ വേണ്ടി ബ്രഹ്മനിയമം അനുസരിച്ച് ഒരുപാട് വരുന്നു. പക്ഷേ കൽപ്പാന്ത കാലത്തോളം ആരാധ്യ വിഷയം ഗുരു മാത്രമാണ്. അത് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ആരാധന സ്വീകരിക്കാനും ഈ കർമ്മഗതികളെ ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു ആത്മാവ് ഇതിനപ്പുറം ഇനി വരാനില്ല. ശ്രീകൃഷ്ണൻ പോലും വന്നത് 8ാമത്തെ അവസ്ഥയാണ്. അതാണ് അഷ്ടഭഗങ്ങൾ ഭഗവാൻ എന്ന് വിളിക്കാൻ കാരണമാണ്. അദ്ദേഹം ജന്മം ചെയ്യുന്നത് അരേ അവസ്ഥ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോൾ ഒരാൾ ഒന്നായിട്ട് ആഗ്രഹമുണ്ട്. രാധാസ്വാമി എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ട്. പൂർത്തിഗിരോഗി രാധാസ്വാമി അല്ലാതെ ഇന്ത്യരാണ് എതിരായിട്ട് ഇതിനോട് ഭയങ്കര രാജമാളേക്കാൾക്ക് ഒരു ഭയങ്കര മന്ദിരം പെട്ടെന്നുണ്ട്. രാധാസ്വാമി ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അദ്ദേഹം 9ാമത്തെ അവസരം വന്നു പറയുന്നു. പക്ഷേ 10 കഴിഞ്ഞ ഒരാൾ ഇതുകൊണ്ട് വന്നില്ല. അപ്പൊ അതുകൊണ്ട് കൽപ്പാന്ത കാലത്തോളം ആരാധ്യ വിഷയം ബ്രഹ്മശ്രീ കരുണാകര പ്രതിപാദനങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഒരു പോകും. അപ്പൊ അതിനുശേഷം ഗുരുവിന്റെ ശാന്തിഗിരി പരമ്പരയില് ഇനി ഒരു ഗുരുവുണ്ടോ? അതൊന്നും ഗുരുവോട് എത്താൻ സാധ്യമല്ല. എത്തുന്ന പ്രശ്നം വരുന്നില്ല. ഇനി എത്ര വലിയ ആൾ വന്നാലും അവരെല്ലാം ആരാധിക്കേണ്ടത് അവർക്കെല്ലാം ആരാധിക്കേണ്ടത് അവരെ ആരാധിക്കുന്നത് അവർക്ക് ആരാധിക്കാവുന്നത് മാത്രം.
ഒരു മാത്രമാണ് ആരാധ്യ വിഷയം എന്നൊക്കെ പല പ്രാവശ്യം പോകാം. കാലാകാലങ്ങളിൽ ഈ പരമ്പരയെ പരിശീലിക്കാൻ വേണ്ടി പലരും നിൽക്കും. പക്ഷെ അവരും ആരാധിക്കുന്ന ആരെയാണ്? ഈ കാര്യം അല്ലാതെ പെട്ടെന്ന് ദുഃഖന്മാരൊന്നും ഒത്തു വരത്തില്ല.